എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡിഷ് ചെമ്മീൻ, ചക്കക്കുരു, മാങ്ങ, തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. തയ്യാറാക്കുന്ന വിധം: 20 ചക്കക്കുരു വൃത്തിയായി കഴുകി വെച്ചത്, മോരിയൊക്കെ കളഞ്ഞ് നീളനെ അരിഞ്ഞു വെച്ചത്. 1/2 കപ്പ് ഉണക്ക ചെമ്മീൻ ഒന്ന് ചൂടാക്കിയിട്ട് വൃത്തിയായി കഴുകിയത്. ഒരു വലിയ മാങ്ങ ഇതുപോലെ നുറുക്കിയത്. 1/2 കപ്പ് തേങ്ങ ചിരകിയത്. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഉള്ളി കാച്ചാനായിട്ട് ഒരു 4 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് വേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. നേരത്തെ കാണിച്ച തേങ്ങ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചക്കക്കുരു അരിക്കിട്ട് കൊടുക്കാം. കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരും ചെമ്മീനൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി 2 അടി വയ്ക്കാം. 2 വിസിൽ വരുന്ന വരെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചക്കക്കുരു വേവാൻ ബുദ്ധിമുട്ടായി. കുക്കറിലെ സ്റ്റീമൊക്കെ പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ചക്കക്കുരു വെന്തോന്ന് അറിയണ്ടേ നമുക്ക്. ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ. ചക്കക്കുരു നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. കുക്കറിലത്തെ ചെമ്മീൻ ചക്കക്കുരു വെന്തത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായി വേവണം. വെള്ളം കുറവാൻ തോന്നും. അപ്പോൾ ലേശം വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ വേവണ വരെ നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം മാങ്ങ വെന്തുണ്ടോന്ന്. മാങ്ങ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ. ഈ തേങ്ങ നന്നായി വേവണം. അതുവരെ ഗ്യാസിൻ്റെ മുകളിൽ വെക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. മാങ്ങ വെന്തു, തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്.
ഓഫ് ചെയ്ത് നമ്മുടെ കറി കാച്ചാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കാച്ചാറുള്ളത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൊരിയണം. നമ്മുടെ ഉള്ളി നന്നായി മൊരിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ ആ കറിയുടെ മുകളിൽ അലങ്കരിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും. നമുക്കപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഒന്ന് ചൂടാവുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഓഫ് ചെയ്തു ഞാൻ. നമ്മുടെ ചക്കക്കുരു ചെമ്മീൻ മാങ്ങ കറി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.